ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ കേരള പാഠാവലി വാക്ക് എന്ന പാഠഭാഗത്തെ മുഴുവൻ ആക്ടിവിറ്റീസാണ് നോക്കാം. കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞു കവിതകളിലൂടെയും കുട്ടിക്കവിതകളിലൂടെയും കഥകളിലൂടെയും പ്രശസ്തനായ മലയാള കവി. 1927 മെയ് 10 തൃശ്ശൂർ ജില്ലയിലെ പള്ളിപ്രത്ത് ജനിച്ചു. അച്ഛൻ നീലകണ്ഠൻ മൂസത്, അമ്മ നാരായണി അമ്മ. കോഴിക്കോട് രാമകൃഷ്ണ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. 30ലധികം കൃതികൾ പ്രസിദ്ധീകരിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ബാലസാഹിത്യ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചു. 2006 മാർച്ച് 26 ലോകത്തോട് വിട പറഞ്ഞു. പ്രധാന കൃതികൾ കുഞ്ഞുണ്ണി കവിതകൾ എന്നിലൂടെ, വരകളും വരികളും, കുഞ്ഞുണ്ണി മാഷും കുട്ടികളും, അപ്പൂപ്പൻ താടി, മൊഴിമുത്തുകൾ, ഉണ്ടനും ഉണ്ടിയും, പുലിവാല്, തിരഞ്ഞെടുക്കപ്പെട്ട പഴഞ്ചൊല്ലുകൾ, പാളയിൽ നിന്ന് പ്ലാസ്റ്റിക്കിലേക്ക്, നാടൻ കുട്ടി കവിതകൾ. അക്ഷരത്തെറ്റ്. ഇനി കണ്ടെത്താം, എഴുതാം. സംശയായിലോ ചോദിച്ചു കളയാം. നമ്പൂതിരി ചോദിച്ചത് എന്തായിരുന്നു? ആനയെ തനിക്ക് തരുമോ എന്നാണ് നമ്പൂതിരി ചോദിച്ചത്. കണ്ടമാനം ചിലവാക്കി കളയാം, ഒരു വിലയില്ലായേ ഉണ്ട്. പലർക്കും ഇവിടെ വിലയില്ലാത്തതായി സൂചിപ്പിക്കുന്നത് എന്താണ്? വാക്കിനെയാണ് ഇവിടെ വിലയില്ലാത്തതായി സൂചിപ്പിക്കുന്നത്. വാക്കിന് വാക്കു വേണ്ട. ഈ പ്രയോഗത്തിലൂടെ ലേഖകൻ വ്യക്തമാക്കുന്നത് എന്ത്? നല്ല വാക്കിന് വ്യാഖ്യാനം വേണ്ട എന്നാണിതിന് അർത്ഥം. ഈ പ്രയോഗത്തിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട്. മഹാന്മാരുടെ വാക്ക് പറഞ്ഞു പരത്താതെ തന്നെ വേണ്ട ദിക്കിലെല്ലാം വേണ്ടത്ര വേഗത്തിൽ വേണ്ടത്ര കാലം പ്രചരിച്ചു കൊള്ളും. ഇനി പൊരുൾ കണ്ടെത്താം. വാക്കിനോളം തൂക്കമില്ലിയുക്കൻ ഭൂമിക്ക് പോലുമേ. ഈ ചൊല്ലിൻ്റെ പൊരുൾ കണ്ടെത്തി വിശദീകരിക്കുക. ഇതുപോലെ വാക്കിനെക്കുറിച്ചുള്ള കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്തി പൊരുൾ എഴുതുക. വാക്കിന് വലിയ വിലയാണുള്ളത്. അർത്ഥമുള്ള വാക്കുകൾക്ക് ഭൂമിയേക്കാൾ തൂക്കമുണ്ട്. സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന വാക്കിൻ്റെ മൂല്യം വിവരിക്കാനാവാത്തതാണ്. ഭൂമിയേക്കാൾ തൂക്കമുള്ള വാക്കുകൾ നാം സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇനി വാക്കല്ലെങ്കിൽ ചീട്ട് ചൂട്ട്. വാക്കിന് വിലയില്ലാത്തവർ എഴുതി കൊടുക്കുന്ന ചീട്ട് ചൂട്ട് പോലെ കത്തിക്കാനേ ഒതുങ്ങുകയുള്ളൂ. പ്രയോജനമില്ലാത്തത് എന്നർത്ഥം. ഓക്കെ. വാക്കും പഴയ ചാക്കും ഒരുപോലെ. ഈ ചൊല്ല് ചിലരുടെ വാക്കിൻ്റെ വിലയില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. വാക്കിന് വിലയില്ലാത്തവരുടെ വാക്കിന് പഴയ ചാക്കിൻ്റെ മൂല്യമേ ഉള്ളൂ. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചു കിട്ടുകയില്ല. രണ്ടും കൈവിട്ടു പോയാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് സാരം. ഇനി അനുഭവം പങ്കുവയ്ക്കാം. വാക്ക് പല വിധത്തിൽ ഉപയോഗിക്കാം. വാക്കുകൾ എപ്പോഴെങ്കിലും നിങ്ങളെ സങ്കടപ്പെടുത്തുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അനുഭവങ്ങൾ ഓർമ്മിച്ച് പറയുക. ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുക. വാക്കുകൾ തന്ന ആനന്ദം. വാക്കുകൾ അവ നമുക്ക് ആനന്ദം പകരും, ആത്മവിശ്വാസം നൽകും, ആശ്വാസം പകരും. ചിലപ്പോൾ അവ നമ്മെ കരയിപ്പിച്ചു എന്ന് വരാം. ഒരിക്കൽ വാക്കുകൾ എന്നെ സന്തോഷിപ്പിച്ച കഥ പറയാം. അന്ന് ഞാൻ 7ലോ 8ലോ പഠിക്കുകയായിരുന്നു. ഒരു ദിവസം റിസൾട്ട് വന്ന വിവരം അറിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് ഓടി. സ്കൂളിൻ്റെ ഓഫീസ് മുറിയുടെ പുറത്ത് ജയിച്ചവരുടെ പേരുകളുണ്ട്. ധാരാളം കുട്ടികളെ തോൽപ്പിക്കുന്ന കാലം. ഞാൻ പരിഭ്രമത്തോടെ നോക്കി. എൻ്റെ പേരില്ല. ഞാൻ കരഞ്ഞുപോയി. അപ്പോൾ അതിലെ വന്ന രാമചന്ദ്ര സാർ ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? നീ പാസ്സായി, ക്ലാസ്സിൽ ഒന്നാമനാണ്. ആ വാക്കുകൾ എന്നെ ആനന്ദിപ്പിച്ചു, ആശ്വസിപ്പിച്ചു. പരിഭ്രമത്തോടെ ഞാൻ നോക്കിയത് വേറെ ക്ലാസ്സിൻ്റെ ലിസ്റ്റായിരുന്നു. നീ പാസ്സായി, 2 വാക്കുകൾ. സാറിൻ്റെ ആ വാക്കുകൾ അന്ന് നൽകിയ ആനന്ദവും ആശ്വാസവും ഞാനെങ്ങനെ മറക്കും? ഓക്കെ. ഇനി സങ്കല്പിക്കാം, കഥ എഴുതാം. നമ്പൂതിരിയുടെ ചോദ്യം കേട്ട് പാപ്പാൻ ആനയെ കൊടുത്തിരുന്നുവെങ്കിൽ കഥയായി പൂർത്തിയാക്കുക. കഥ എഴുതുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുമല്ലോ. കഥയുടെ ഗതിമാറ്റം, കഥാസന്ദർഭത്തിൻ്റെ വളർച്ച, കഥാപാത്രത്തിൻ്റെ മനോഭാവത്തിലും സംഭാഷണത്തിലും വരുന്ന മാറ്റം. നോക്കാം. കഥകൾ ചേർത്ത് ഒരു പതിപ്പ് തയ്യാറാക്കുക. ഓക്കെ. ഇനി നമ്പൂതിരി ആനയെ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആനക്കാരൻ ആനപ്പുറത്ത് നിന്നിറങ്ങി നമ്പൂതിരിയുടെ അടുത്തെത്തി പറഞ്ഞു, ആനയെ നമ്പൂതിരി എടുത്തോളൂ, ഇതാ വടിയും തോട്ടിയും. ഇത്രയും പറഞ്ഞ് ആനക്കാരൻ നടന്നുപോയി. നമ്പൂതിരി തോട്ടിയും വടിയും പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. നമ്പൂതിരി ആനയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നടക്കാനേ. ആന കേട്ട ഭാവമില്ലാതെ നിന്നു. നമ്പൂതിരി വടിയെടുത്ത് ആനയെ അടിക്കാനോങ്ങി. ആനയ്ക്ക് ദേഷ്യം വന്നു. ആന തുമ്പിക്കൈ നീട്ടി നമ്പൂതിരിക്കിട്ട് ഒരു തട്ട് കൊടുത്തു. നമ്പൂതിരി അടുത്തുള്ള കുളത്തിൽ വീണതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീട് ആനക്കാരൻ പോയ വഴിയേ ആന നടന്നുപോയി. നമ്പൂതിരി കരയ്ക്കു കയറി തൻ്റെ വീട്ടിലേക്കും നടന്നു. ഇനി
കാർട്ടൂൺ വരയ്ക്കാം. ആനയെ നമ്പൂതിരിക്ക് കിട്ടി എന്ന് കരുതുക. തുടർന്നുള്ള സന്ദർഭങ്ങൾ സങ്കല്പിച്ച് കാർട്ടൂൺ വരയ്ക്കുക. ആനയെ എടുത്തോളൂ, ഇതാ തോട്ടിയും വടിയും. നടക്കാനേ, മുന്നോട്ട് നടക്കാനേ. എനിക്ക് മനുഷ്യരുടെ കൂട്ട് വേണ്ട, ഞാൻ കാട്ടിലേക്ക് പോകുന്നു. ഓക്കെ, ഇനി പ്രഭാഷണം തയ്യാറാക്കാം. ഏറെ ശക്തിയുള്ളതാണ് വാക്ക്. വാക്കുകൾ മൂലം സമൂഹത്തിൽ ഇന്ന് വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. വാക്കെൻ്റെ അമ്മയും അച്ഛനുമാകുന്നു, വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു. യൂണിറ്റിൻ്റെ തുടക്കത്തിൽ നൽകിയിട്ടുള്ള ഈ കാവ്യഭാഗത്തിൻ്റെ ആശയം ചർച്ച ചെയ്യുക. സമകാലിക സാമൂഹിക വിഷയങ്ങളെ കൂടി മനസ്സിലാക്കി കാവ്യഭാഗത്തെ ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വാക്കിൻ്റെ കരുത്ത് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക. ഇനി എങ്ങനെയാ? മാന്യ സദസ്സിന് നമസ്കാരം. വാക്കിന് വില വേണം, പറഞ്ഞ വാക്ക് പാലിക്കണം. പാലിക്കാൻ കഴിയാത്തത് പറയരുത് എന്നൊക്കെ വാക്കിനെ കുറിച്ച് പറയാറുണ്ട്. ഒന്നോ രണ്ടോ തവണ പറഞ്ഞ വാക്ക് ലംഘിച്ചാൽ അയാളുടെ വാക്കിന് വിലയില്ലാതാകും. അവകാശങ്ങൾക്കു വേണ്ടി പോരാടാനും നമ്മുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനും നേടിയെടുക്കാനും മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമേകാനും എല്ലാം നമുക്ക് കരുത്തു തരുന്നത് വാക്കിൻ്റെ ശക്തിയാണ്. വാക്കിൻ്റെ കരുത്തിനെ കുറിച്ച് പറയാൻ എളുപ്പമല്ല. വാക്ക് ഭൂമിയേക്കാൾ തൂക്കമുള്ളതെന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. വാക്കിൻ്റെ പ്രകാശം ലോകത്തിന് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ലോകത്തിന് വാക്ക് വെളിച്ചമാകുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. വാക്കിലൂടെയാണ് എല്ലാ അറിവുകളും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. വാക്കിൻ്റെ അടിത്തട്ടിലാണ് ചരിത്രവും സംസ്കാരവും ഓർമ്മകളെല്ലാം എന്ന് കവി പറയുന്നുണ്ട്. വാക്കുകൾ നാം കരുതലോടെ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതെല്ലാം. വാക്കെൻ്റെ അച്ഛനും അമ്മയും എന്ന് വാക്കിൻ വിരൽ തൂങ്ങിയാണ് നടക്കുന്നത് എന്നും വി മധുസൂദനൻ നായർ വാക്ക് എന്ന കവിതയിൽ എഴുതുന്നു. വാക്കിൻ്റെ വിരൽ തൂങ്ങിയാണ് നാം അറിവിൻ്റെ വിശാല ലോകത്തേക്ക് കടക്കുന്നത്. മഹാന്മാരുടെ വാക്കുകൾ തലമുറകൾക്ക് വഴികാട്ടിയായി പ്രകാശഗോപുരമായി ഉയർന്നു നിൽക്കുന്നു. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം എന്നാവട്ടെ നമ്മുടെ പ്രാർത്ഥന. നല്ല വാക്കുകളാണ് നല്ല കാലം തരുന്നത്. നല്ല വാക്കുകൾ കൊണ്ട് നല്ല കാലം എടുക്കാൻ എല്ലാവർക്കും കഴിയണം. അങ്ങനെ ലോകത്തിൽ നിന്ന് ഇരുട്ടിനെ ഒഴിവാക്കാം. നന്ദി, നമസ്കാരം. ഇനി കണ്ടെത്താം, വ്യാഖ്യാനിക്കാം. അപ്പോൾ ഓരോ ശൈലി തന്നിട്ടുണ്ട്, വ്യാഖ്യാനം തന്നിട്ട് എന്തൊക്കെയാ? ഉടച്ചു വാർക്കുക, മുഴുവൻ മാറ്റുക, കണ്ണു തുറക്കുക, കാര്യം ഗ്രഹിക്കുക, കണ്ണു വയ്ക്കുക, ആഗ്രഹിക്കുക, പുറം പൂച്ച് ബാഹ്യമോടി, പാമ്പും കീരിയും പോലെ ജന്മശത്രുക്കളായിരിക്കുക, പിത്തള പുറത്താക്കുക, രഹസ്യം വെളിപ്പെടുത്തുക, മർക്കട മുഷ്ടി ദുഷാഢ്യം, കൈ കഴുകുക, വീണ്ടും സ്വീകരിക്കുകയില്ല എന്ന് നിശ്ചയിച്ച് ഉപേക്ഷിക്കുക. ഇനി പഴഞ്ചൊല്ലും അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം. ഉണ്ട ചോറിൽ കല്ലിടരുത്, ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത്, ഉയരണമെങ്കിൽ താഴണം, വിനയം വിജയത്തിനു കാരണം, ഉറക്കെ കേൾക്കുക, പതുക്കെ പറയുക, ശ്രദ്ധിച്ചു കേൾക്കുക, മിതമായി പറയുക, ഉറങ്ങുന്ന പുലിയെ ഉണർത്തരുത്, അപകടകരമായ പ്രവർത്തികൾ സ്വയം വലിച്ചു വെക്കരുത്, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല, വസ്തുവുള്ളപ്പോൾ അതിൻ്റെ മൂല്യമറിയില്ല, കാലിൽ പിടിച്ചവനെ തലോടണം, ആശ്രയിച്ചവനെ സ്നേഹപൂർവ്വം സംരക്ഷിക്കണം, താളത്തിനൊത്ത് തുള്ളൽ, അവസരം നോക്കിയുള്ള പ്രവൃത്തി. നോക്കാം. ഇനി ഈ പാഠഭാഗത്തുള്ള കഥാപാത്രങ്ങൾ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ കണ്ടല്ലോ. ഇത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയും? ഇത്തരം പ്രയോഗങ്ങൾ എഴുതി പദച്ചങ്ങല പൂർത്തിയാക്കുക. അതവിടെ തന്നിട്ടുണ്ട്, എഴുതാം. ഇനി ഭാഷാഭേദങ്ങൾ തിരിച്ചറിയാം. എല്ലാവരും എല്ലാ നാട്ടിലും സംസാരിക്കുന്നത് ഒരുപോലെയാണോ? വായിച്ചു നോക്കൂ. അപ്പം ഇത് രണ്ടും വായിച്ചു നോക്കുക. അവർ വ്യത്യസ്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം നോക്കാം. MN കാരശ്ശേരിയുടെ ഒരു കഥയാണ്, അതേമാതിരി സാറ ജോസഫിൻ്റെ ഒരു കഥയാണ്. രണ്ടും വായിച്ചിട്ട് എന്തൊക്കെയാണ് ഭാഷയിൽ വന്ന വ്യത്യാസം നോക്കാം. ഈ രണ്ട് കഥാഭാഗങ്ങളിലെ സംഭാഷണങ്ങൾ വായിച്ച് പ്രത്യേകതകൾ കണ്ടെത്തുക. മറ്റു സ്ഥലങ്ങളിലെ പ്രാദേശിക ഭാഷാഭേദങ്ങൾ കൂടി മനസ്സിലാക്കി മലയാള ഭാഷയിലെ ഭാഷാഭേദങ്ങൾ എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. എന്താ? വാക്കുകളുടെയും പ്രയോഗങ്ങളിലൂടെയും അർത്ഥത്തിന് ദേശം മാറുന്നതിനനുസരിച്ച് മാറ്റം വരാറുണ്ട്. പ്രാദേശിക ഭാഷാഭേദം എന്നാണ് ഇതിന് പറയുന്നത്.
കാസർഗോഡുകാരൻ പറയുന്നതല്ല കണ്ണൂരുകാരൻ സംസാരിക്കുന്നത്. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് തൃശ്ശൂരുകാരും കോട്ടയത്തുള്ളവരും തിരുവനന്തപുരത്തുള്ളവരുമെല്ലാം സംസാരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ചില ഭാഷാഭേദമാണ് M.N. കാരശ്ശേരിയുടെ കൃതിയിൽ കാണാൻ കഴിയുന്നത്. തൃശ്ശൂരിലെ പ്രാദേശിക ഭാഷയുടെ പ്രത്യേകതകൾ സാറാ ജോസഫിൻ്റെ മാറ്റത്തിൽ നിന്ന് കാണുന്നു. 6 നാട്ടിൽ 100 ഭാഷ എന്നാണല്ലോ ചൊല്ല്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയാൽ ഈ ചൊല്ലിൻ്റെ അർത്ഥം കൂടുതൽ മനസ്സിലാകും. തിരുവനന്തപുരത്തെ തൊട്ടി എറണാകുളത്ത് പാട്ടക്കാരനാണ്. ചിലർക്ക് വസ്തു പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ആളാണ് പാട്ടക്കാരൻ. കൊച്ചിക്കാർക്ക് അയാൾ വാരക്കാര ആണ്. പാട്ടക്കാരൻ എന്നു പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാർ നെല്ല് അളന്നു വാങ്ങാൻ കുട്ടയുമായി ചെല്ലും. എറണാകുളത്തുകാരാകട്ടെ ഒരു കുടം വെള്ളവുമായി കക്കൂസ് കഴുകിക്കാൻ ചെല്ലും. തെക്കരുടെ അക്കനും അണ്ണനും വടക്കർക്ക് അറിയില്ല. വടക്കരുടെ ഓപ്പ തെക്കർക്കും അറിയില്ല. ഓപ്പ എന്ന് പറഞ്ഞാൽ തെക്കർക്ക് ഒരു നല്ല പാത്രത്തിൻ്റെ കാര്യമാണ് ഓർമ്മ വരിക. സഹോദരിയാണെന്ന് അവർക്ക് മനസ്സിലാകില്ല. ഓൻ എപ്പോഴാ ഇങ്ങു കീഞ്ഞത് എന്ന് കേട്ട് ഞെട്ടരുത്. അവൻ എപ്പോഴാ ഇങ്ങോട്ട് ഇറങ്ങിയത് എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. ഞാൻ ഉമ്മറത്ത് നിന്ന് തൊടിയിലേക്ക് ചാടി എന്ന് ഒരു മുത്തശ്ശി പറയുന്നത് കേട്ട് ഞെട്ടണ്ട. എന്തോ സാധനം പറമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. ഒരു തുള്ളൽ തുള്ളി എന്നു കേട്ടാൽ കുഞ്ചൻ നമ്പ്യാരെ ഓർത്തു പോകുന്നവരുണ്ട്. ഒരു ചാട്ടം ചാടി എന്നു പറഞ്ഞതാണിത്. കൂവലിലേക്ക് ഒരു തുള്ളൽ തുള്ളി എന്ന് കേട്ടാൽ എന്ത് വിചാരിക്കും? കുളത്തിലേക്ക് ചാടി എന്ന് വടക്കർ പറയുന്നത് ഇങ്ങനെയാണ്. കൂവൽ എന്നാൽ കാസർഗോഡൻ പ്രദേശങ്ങളിൽ കുളമാണ്. അത് കേട്ടാൽ കൂവാൻ തോന്നുന്നവരും കേരളത്തിലുണ്ട്. ഇതെല്ലാം ഭാഷയുടെ വിചിത്ര സ്വഭാവമെന്നല്ലാതെ എന്തു പറയാം? ഇനി ഫലിത പരിഹാസങ്ങൾ കണ്ടെത്താം. നമുക്ക് പാഠത്തിലെ ഫലിത പരിഹാസങ്ങൾ അവിടെ തന്നിട്ടുണ്ട്, എഴുതാം. ഓക്കെ. കിട്ടണമെങ്കിൽ ഒരു ആനയെ കിട്ടുകയും ചെയ്യും. ചട്ട് ചോദിക്ക്. എൻ്റെ മുഖം കണ്ടപ്പോൾ നിശ്ചയമായി കിട്ടില്ലാന്ന്. ഇനി എനക്ക് പോവാം. ആനക്കാരെ ആനങ്ങാട് തരുമോ? സംശയം വെച്ച് ഇരിക്കണ്ടല്ലോ, ഒരു വാക്കല്ലേ ചിലവാക്കേണ്ടു. അപ്പോൾ നോക്കാം. ഇത് അവർ പറയുന്ന ഭാഷയായതുകൊണ്ട് കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതാണ്. ഇനി ഫലിത പരിഹാസങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി വായിക്കാം, എഴുതി നോക്കാം. അപ്പോൾ കിണറ്റിൻ കരയിലെ കുട്ടി, ഇത് നിങ്ങൾ ഒന്നായിട്ട് വായിക്കാം. വായിച്ചിട്ട് തുടർന്ന് പന്തലിച്ചു തുടങ്ങിയ മാവ് തണൽ പുതച്ച് ആലസ്യം പൂണ്ട് കിടക്കുന്ന കിണർ. എത്ര മനോഹരമാണ് ഇവിടെ കാഴ്ചകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളും ഇതുപോലെ കാഴ്ചകൾ ആസ്വദിക്കാറില്ലേ? ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കാവ്യാത്മകമായി എഴുതുക. ക്ലാസ് തല നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക. ഓക്കെ. ഇനി M.D. വാസുദേവൻ നായർ എഴുതിയ മഴ അനുഭവമാണ് നോക്കാം നമുക്ക്. 4 മണിക്ക് സ്കൂൾ വിട്ട് മടങ്ങുമ്പോഴാണ് മഴഘോഷം കൂട്ടി പെയ്യുന്നത്. പറക്കുളം കുന്നുകഴിഞ്ഞു മലക്കാവിലെ മേച്ചിൽ പുറത്തെത്തുമ്പോഴാണ് രാവിലെ കളിയായി വെള്ളം കുടഞ്ഞു പോയ കാലവർഷം ഈറയോടെ ശരിക്കും നനയുന്നത്. കുട ചരിച്ചു പിടിക്കാൻ കൂടെ വരുന്ന കാറ്റ് സമ്മതിക്കുന്നില്ലല്ലോ. പെരുമഴ വരുന്നത് കാണാം. അകലത്തെ താഴ്വാരത്തിൽ നിന്നു കയറി മേച്ചിൽപ്പുറത്തിൻ്റെ അറ്റത്ത് ഇളകുന്ന ഒരു തിരശീല പോലെ അല്പനിമിഷങ്ങൾ അത് നിൽക്കുന്നു. മെയ്യുന്ന കന്നുകാലികൾ അപ്പോഴേക്കും കൂട്ടം കൂടി കഴിഞ്ഞിരിക്കും. അസ്വസ്ഥതയോടെ അമറുകയും മഴയെ തുടയ്ക്കാനെന്നോണം കൊമ്പു താഴ്ത്തു പിടിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ ഉറപ്പിക്കാം വരുന്നത് മഴയാണ്. ആകെ നനച്ചിട്ടേ കിഴക്കേ ചെരുവിലേക്കിറങ്ങി പാടം കടന്ന് പുഴയ്ക്ക് മുകളിലെത്തൂ. വരുന്നത് പോലെ മഴ പോകുന്നതും ഞങ്ങൾക്ക് കാണാം. ഓക്കെ. ഇത്രയുമാണ് ഈ പാഠഭാഗത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ പറഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.